നിലമ്പൂരിലേക്കുള്ള അവസാന ട്രെയിൻ പിടിക്കാൻ യാത്രക്കാരിനി ഓടിത്തളരേണ്ട. നിലമ്പൂരിലേക്കുള്ള രാത്രികാല യാത്രാ ദുരിതത്തിന് പരിഹാരമായിക്കൊണ്ട് പുതിയ മെമു ഷൊർണൂരിൽ നിന്നും കുതിച്ചു തുടങ്ങി. പുതിയ മെമുവിനെ സ്വീകരിക്കാനും അഭിവാദ്യം അർപ്പിക്കാനും മങ്കട വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും അങ്ങാടിപ്പുറത്തെ BJP പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി ആളുകൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. എറണാകുളം തൃശൂർ ഭാഗങ്ങളിൽ നിന്ന് നിലമ്പൂർ പെരിന്തൽമണ്ണ ഭാഗത്തേക്കുള്ള രാത്രി യാത്രക്കാരുടെ യാത്രാ ദുരിതത്തിന് ആശ്വാസമായാണ് എറണാകുളം ഷൊർണൂർ മെമു സർവീസ് കഴിഞ്ഞ ദിവസം മുതൽ ഓടിത്തുടങ്ങിയത്. ഇനി എറണാകുളം ഭാഗത്ത് നിന്ന് നേരിട്ട് പെരിന്തൽമണ്ണയിലും നിലമ്പൂരിലും എത്താം. മെമു സർവീസിന് അങ്ങാടിപ്പുറത്ത് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമൊരുക്കി. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് നിരവധി പാസഞ്ചറുകൾ പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് നമുക്ക് ഒരു മെമു സർവീസ് കൂടി നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നും അതുപോലെ ഇവിടുത്തെ ജനങ്ങളും എല്ലാവരും നിരന്തരമായിട്ട് പാസഞ്ചർ അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി ജോർജ് കുര്യൻ സാറെ ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ നമ്മളെ നിലമ്പൂർ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയെ ഞങ്ങൾ ഈ ഒരു വിവരം നേരിട്ട് ബോധിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഇതിന് ഉടനെ തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം കാണാം, ഞാൻ അശ്വിനി വൈഷ്ണവ് മന്ത്രിയും മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെടാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉടനെ തന്നെ ബന്ധപ്പെടുകയും ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുകയും ഇപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഒരു ലെറ്റർ എന്താ പറയുക ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ലെറ്റർ നമ്മുടെ സംസ്ഥാന അധ്യക്ഷന് വരികയുണ്ടായത് ഇങ്ങനൊരു സർവീസ് നമുക്ക് ആരംഭിക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ അത് ആരംഭിക്കും എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ സംസ്ഥാന അധ്യക്ഷനും അതുപോലെ നമ്മുടെ മിനിസ്റ്ററായ ജോർജ് കുര്യൻ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം ഇതുകൊണ്ട് ധാരാളം പേർക്ക് ഇപ്പോൾ ഈ എന്താ പറയുക റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന എന്താ പറയുക പാസഞ്ചേഴ്സിന് നമുക്കെല്ലാവർക്കും അറിയാം ആലപ്പി കണ്ണൂർ എക്സ്പ്രസ്സിലാണ് ലാസ്റ്റ് ട്രെയിൻ വരുമ്പോൾ 8:15 ലാസ്റ്റ് നമ്മുടെ ട്രെയിന്. അപ്പോൾ എല്ലാവരും അതൊരു 5 മിനിറ്റ് ടൈമിൽ ഓടി കയറേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ റെയിൽവേ ടൈം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 8:35 ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് നേരെ നിലമ്പൂരിലേക്ക്. അപ്പോൾ നമുക്ക് സാവകാശം ഇതിൽ നിന്ന് വന്ന് കയറാനും ഇതെല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും. ഷൊർണൂർ നിലമ്പൂർ പാതയിലെ ട്രെയിൻ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഈ പാതയിൽ ഏറെക്കാലത്തെ ഒരു ആവശ്യമായിരുന്നു കൂടുതൽ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഈ സ്ഥലം MP-യും റെയിൽവേ ഉപദേശക സമിതി അംഗവുമായ ബഹുമാനായ E.T. മുഹമ്മദ് ബഷീർ സാഹിബ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചപ്പോൾ മങ്കട മണ്ഡലം വ്യാപാരി വ്യവസായ സമിതി നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിന് നിവേദനം നൽകുകയുണ്ടായി. അതിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു പാതയിൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾ, പ്രത്യേകിച്ച് മെമു ഉൾപ്പെടെയുള്ള ട്രെയിൻ സർവീസ് ആരംഭിക്കണമെന്ന്. 6 മാസം ശേഷം ഇന്ന് ആ ആവശ്യം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപകാരപ്രദമായ ഈ സർവീസ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മങ്കട മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർക്കാട്, മണ്ഡലം ജനറൽ സെക്രട്ടറി അനീസ് മക്കരപ്പറമ്പ്, മണ്ഡലം ട്രഷറർ ഗഫൂർ രാമപുരം, റൌഫ് കൂട്ടിലങ്ങാടി, അങ്ങാടിപ്പുറം യൂത്ത് വിംഗ് പ്രസിഡന്റ് അഷ്റഫ്, വൈസ് പ്രസിഡന്റ് സഹദ്, സെക്രട്ടറി ഗോപകുമാർ തുടങ്ങിയവരും സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു. നിലമ്പൂർ ഭാഗത്തേക്ക് പോകാൻ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലെത്തുന്ന യാത്രക്കാർക്കും മെമു തുണയാകും. ഏറെക്കാലമായി ട്രെയിൻ യാത്രക്കാർ നേരിടുന്ന പ്രശ്നമായിരുന്നു ഇത്. എക്സ്പ്രസ് ട്രെയിനിൽ ഷൊർണൂരിൽ ഇറങ്ങിയാൽ നിലമ്പൂർ പാസഞ്ചർ കിട്ടാതെ യാത്രക്കാർ വലയുന്നത് പതിവായിരുന്നു. നിലമ്പൂർ ഭാഗത്തേക്ക് കൂടുതൽ യാത്രക്കാർ വരുന്നത് ഈ ട്രെയിനിലാണ്. ഷൊർണൂരിൽ നിന്ന് പുറപ്പെടുന്ന മെമുവിന് വല്ലപ്പുഴ, കുറുക്കല്ലൂർ, ചെറുകര, അങ്ങാടിപ്പുറം, പട്ടിക്കാട്, മേലാറ്റൂർ, വാണിയമ്പലം, നിലമ്പൂർ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്.
പുലർച്ചെ 3:40 നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന മെമു സർവീസ് വാണിയമ്പലം, അങ്ങാടിപ്പുറം, ഷൊർണൂർ എന്നിവിടങ്ങളിലാണ് നിർത്തുക. രാത്രി 8:35 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആദ്യ സർവീസ് നിലമ്പൂരിലേക്ക് യാത്ര പുറപ്പെട്ടു. എറണാകുളം, തൃശൂർ എന്നീ മേഖലകളിൽ നിന്ന് രാത്രി നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് എക്സിക്യൂട്ടീവ് എക്സ്പ്രസിനെ കൂടാതെ ഇനി മുതൽ മെമുവിനെയും ആശ്രയിക്കാം. രാത്രി 8:35 ഷൊർണൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 10:05 നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. പെരിന്തൽമണ്ണ നഗരത്തിൽ വിവിധ മെഡിക്കൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഇനി മുതൽ മെമു സർവീസ് ആശ്വാസമാകും. എറണാകുളത്ത് നിന്ന് നേരിട്ട് പെരിന്തൽമണ്ണയിലെത്താനും ട്രെയിൻ മാർഗം നേരിട്ട് കണ്ണൂരിലേക്ക് പോകാനും നിലവിൽ വള്ളുവനാട്ടിൽ നിന്ന് സൗകര്യമില്ലായിരുന്നു. രാത്രി നിലമ്പൂരിലെത്തുന്ന മെമു സർവീസിന് തൊടികപ്പുലം, തുവ്വൂർ, വാടാനംകുറിശി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പില്ല. സമീപ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുണ്ടെങ്കിലും തുവ്വൂരിൽ കൂടി വേണമെന്നാണ് പ്രധാന ആവശ്യം. പുലർച്ചെ അങ്ങാടിപ്പുറത്ത് സ്റ്റോപ്പുള്ളത് പെരിന്തൽമണ്ണയിൽ പഠനവും ജോലിയുമായി എത്തിയവർക്കും സഹായകരമാണ്. ചാനൽ ടൺ, പെരിന്തൽമണ്ണ. ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയമൊരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 10 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഡിസ്കൗണ്ട്. സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടിൽ. കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും. വിസിറ്റ് ടുഡേ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.